എല്ലാവർക്കും ജുവ ഫുഡ് ചോയ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് കപ്പ മിച്ചറാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കപ്പ മിച്ചർ തയ്യാറാക്കുന്നതിലേക്കായി ഞാൻ കപ്പ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. 500 ഗ്രാം കപ്പപ്പൊടിയാണ് ഞാനിവിടെ മിച്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. കപ്പ മിച്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് കപ്പലണ്ടി എടുക്കുക, 1/2 കപ്പ് പൊട്ടുകടല, കറിവേപ്പില, ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത്, കായം, ഇത്രയുമാണ് ആവശ്യമായിട്ട് വരുന്നത്. എടുത്തു വെച്ച മാവിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത മാവിലേക്ക് നമ്മൾ മാവെടുത്ത അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുക്കുക. വെള്ളം എടുത്ത് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ച് കൊടുക്കുക. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അല്പം വെള്ളം കൂടി നിന്നിരുന്നാലും ഇതിന് കുഴപ്പമില്ല. മാവിൻ്റെ മിക്സിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് സേവനാഴിയിലേക്ക് വെച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിനു ശേഷം സേവനാഴിയിൽ നിറച്ച മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത മാവ് ഒരു 15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. അത് 2 സൈഡും ഒന്ന് വെന്തതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. തണുക്കും തോറും അത് ക്രിസ്പി ആയിക്കൊണ്ടേ ഇരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തീ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി മിക്സറിലേക്കുള്ള ചെറിയ ബോൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 1 കപ്പ് കപ്പപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ മിക്സിംഗ് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത് വെച്ച മാവ് ഒരു ലേഡിലെടുക്കുക, ഹോളുള്ള ലേഡിലെടുക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടി, ചതച്ച് വെച്ച വെളുത്തുള്ളി, കറിവേപ്പില, ഇവ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. പൊട്ടുകടല നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല ഇതിലേക്ക്. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കപ്പ മിച്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.